അർഹതപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം രാവിലെ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പ്രോട്ടം സ്പീക്കർ സ്ഥാനം ലഭിക്കണമെന്നുള്ളതായിരുന്നു, ലഭിച്ചില്ല. ശക്തമായ പ്രതിഷേധം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സഭ തുടങ്ങുകയാണ്. ഇന്ന് പക്ഷേ പ്രോട്ടൈം സ്പീക്കർ പാനലിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിലെ 3 MP ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഞാനും, അതോടൊപ്പം തന്നെ DMK-യിൽ നിന്ന് TR ബാലുവും, TMC-യിൽ നിന്ന് സുദീപ് ബന്ദോപാധ്യായും, ഞങ്ങൾ 3 അംഗങ്ങളും അത് നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. കാരണം പ്രോട്ടൈം സ്പീക്കറെ അസിസ്റ്റ് ചെയ്യുന്ന പാനൽ മെമ്പർമാരാണ് 5 പേരെയാണ് നിയമിച്ചിരിക്കുന്നത്. അതിൽ 3 പേര് ഇന്ത്യ സഖ്യത്തിലുള്ള, ആ 3 പേരും വിട്ടു നിൽക്കുകയാണ്. അതിന് കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ പൊതു തീരുമാനമാണ്. അതിന് കാരണം പ്രോട്ടൈം സ്പീക്കർ ലോക്സഭയിലെ കീഴ്വഴക്കനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗത്തിന് നൽകേണ്ടതാണ്. ആ മുതിർന്ന അംഗം ഇപ്പോൾ 8 പ്രാവശ്യം ജയിച്ചു വന്ന ഞാനാണ് മുതിർന്ന അംഗം. അപ്പോൾ അത് എനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ BJP എനിക്ക് തന്നില്ല. കേന്ദ്ര സർക്കാർ അർഹതപ്പെട്ട ആ സ്ഥാനത്ത് എന്നെ പരിഗണിക്കാതെ ഒരു BJP MP-യാണ്, 7ാമത്തെ പ്രാവശ്യം ജയിച്ചു വന്ന ഒരു BJP MP-യാണ്. ഈ 18ാം ലോക്സഭയുടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അദ്ദേഹം BJP-യിൽ അംഗമായത്. അവിടെ ഒറീസ ഇത്തവണ BJD ജയിക്കില്ലെന്നും അവിടെ BJDക്ക് വിജയസാധ്യതയില്ലെന്നും മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം BJP-യിലേക്ക് ചാടിയത്. അങ്ങനെ ഒരു കാലുമാറ്റക്കാരനായ ഒരു MP-യെ പ്രോട്ടൈം സ്പീക്കറാക്കി ഇരുത്തി സഭയെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് BJP-യിൽ വന്നിട്ട് 3 മാസം പോലും ആകാത്ത ഒരാളിനെയാണ് സഭയുടെ പ്രോട്ടൈം സ്പീക്കറായി ഇരുത്തി. അതിന് സഭയോടുള്ള അനാദരവും സഭാംഗങ്ങളെ അവഹേളിക്കലുമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ, ഒരു കാലുമാറ്റക്കാരൻ്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത്. ഇന്ന് സഭയിൽ എങ്ങനെ ഇടപെടാനാണ് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെ കോപ്പിയായിട്ട് സഭയിൽ പോകുന്നതാണല്ലോ കേൾക്കുന്ന വിവരങ്ങൾ. അല്ല, ഞങ്ങൾ ഭരണഘടനയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച ആണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയത്, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തത്. അവർ BJP കഴിഞ്ഞ 10 വർഷം അധികാരത്തിൽ നിന്നപ്പോൾ ഭരണഘടന അട്ടിമറിക്കാനും ഭരണഘടനാ മൂല്യങ്ങളെ ചവിട്ടിമതിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യ സഖ്യാംഗങ്ങൾ ലോക്സഭയ്ക്കകത്ത് പ്രവേശിച്ചത്. രാഹുൽ ഗാന്ധി ഉണ്ടാവും നയിക്കാൻ പ്രതിപക്ഷ നേതാവായിട്ട്? തീർച്ചയായിട്ടും ഉണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണല്ലോ ഇന്ന് ഞങ്ങൾ ലോക്സഭയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ അതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. അത് ഇനി 2 ദിവസമുണ്ട്. കാരണം സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രതിപക്ഷ നേതാവിനെ അനൗൺസ് ചെയ്യുന്നത്. അത് സ്പീക്കർ അനൗൺസ് ചെയ്യുന്നത് സഭയിൽ. അടുത്ത 5 വർഷം സമരഭരിതമാവട്ടെ. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.